നമസ്കാരം. ശബരീശന് ഇന്ന് മകരവിളക്ക്. ഭക്തിയുടെ കൊടുമുടിയിലാണ് അയ്യപ്പന്റെ പൂങ്കാവനമാകെ. സംക്രമസന്ധ്യയുടെ പുണ്യം നുകരാൻ പർണശാല കെട്ടി കാത്തിരിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ. പന്തളത്ത് നിന്നുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തും. അവിടെ നിന്ന് ദേവസ്വം പ്രതിനിധികൾ ചേർന്ന് സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. 18-ാം പടി കയറി സോപാനത്തെത്തുമ്പോൾ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര്, മേൽശാന്തി PN മഹേഷ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കും. അതിനുശേഷമാണ് പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിയുക. മടക്കയാത്രയ്ക്കായി KSRTC പമ്പയിൽ 800 ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ക്യൂ 50,000-ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്തും പരിസരത്തും മകരവിളക്ക് ദർശനത്തിനായി എത്തിയിട്ടുള്ള ഭക്തർക്ക് പാണ്ടിത്താവളത്ത് അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. മകരവിളക്കിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായി 1000 പോലീസുകാരെ കൂടുതലായി പമ്പ മുതൽ പുല്ലുമേട് വരെയുള്ള പ്രദേശത്ത് വിന്യസിച്ചു. പോലീസ് ഡ്രോൺ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം അധികൃതരുടെയും നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സമഗ്രമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയത്. ദർശനത്തിനായി 10 വ്യൂ പോയിന്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പാണ്ടിത്താവളം വാട്ടർ ടാങ്കിന് മുൻവശത്ത്, മരാമത്ത് കോംപ്ലക്സിന് മുൻവശത്തെ തട്ടുകൾ, BSNL ഓഫീസിന് വടക്ക് ഭാഗം, കൊപ്രാക്കളം, സന്നിധാനം തിരുമുറ്റം മുകൾ ഭാഗവും താഴെയും, മാളികപ്പുറ ക്ഷേത്ര പരിസരം, അപ്പാച്ചിമേട് അന്നദാന മണ്ഡപത്തിന് മുൻവശം, ഇൻസിനറേറ്ററിന് മുൻവശം തുടങ്ങിയവയാണ് വ്യൂ പോയിന്റുകൾ. ഇവിടങ്ങളിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളും പൂർത്തിയായി. മകരവിളക്കിന്റെ ഭാഗമായി ഇന്ന് സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ നിന്നായി 800 ബസ്സുകളാണ് പമ്പയിലെത്തിക്കുന്നത്. മകരജ്യോതി ദർശനം കഴിഞ്ഞിറങ്ങുന്നവർക്കായി കൂടുതൽ ചെയിൻ ദീർഘദൂര സർവീസുകൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പമ്പ ഹിൽ ടോപ്പ് മുതൽ ഇലവുങ്കൽ വരെ നിശ്ചിത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന ബസ്സുകൾ ഇടതടവില്ലാതെ സർവീസ് നടത്തും. ഉത്സവത്തിന് ശേഷം നടയടയ്ക്കുന്ന 20-ാം തീയതി രാത്രി വരെ ചെയിൻ സർവീസുകളും 21-ന് പുലർച്ചെ 4 വരെ ദീർഘദൂര സർവീസുകളും നടത്തും. മകരവിളക്കിന് ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണമടങ്ങിയ പേടകങ്ങളുമായുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് സന്നിധാനത്ത് എത്തിച്ചേരും. തുടർന്ന് മകരവിളക്കിന് തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് ദീപാരാധന. അതേസമയം തൈപ്പൊങ്കൽ, മകരവിളക്ക് എന്നിവ പ്രമാണിച്ച് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. സർക്കാർ കലണ്ടറിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. MG കേരള സർവകലാശാലകൾ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും.